നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. മാള സർവീസ് സഹകരണ ബാങ്കിൽ 2 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. മാള വടമ കാവനാട് ആത്തപ്പള്ളി വീട്ടിൽ ഡോജോ ഡേവിസിനെയാണ് അറസ്റ്റ് ചെയ്തത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്ന 2 റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. EP ജയരാജന് മറുപടിയുമായി ശോഭ സുരേന്ദ്രൻ. ജയരാജന്റെ ആത്മകഥയിലെ പരാമർശത്തിനെതിരെയാണ് ശോഭ വിമർശനവുമായി രംഗത്തെത്തിയത്. വാർത്തകൾ വിശദമായി. മാള സർവീസ് സഹകരണ ബാങ്കിൽ 2,97,82,585 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. പ്രതിയെ റിമാൻഡ് ചെയ്തു. ബാങ്കിലെ ജൂനിയർ ക്ലർക്കായിരുന്ന മാള വടമ കാവനാട് സ്വദേശി ആത്തപ്പള്ളി വീട്ടിൽ ഡോജോ ഡേവിസിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ചിലെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. മാള സർവീസ് സഹകരണ ബാങ്കിലെ പ്രസിഡന്റ്, അസിസ്റ്റന്റ് സെക്രട്ടറി, മറ്റൊരു ജൂനിയർ ക്ലർക്ക് ഡോജോ ഡേവിസ് എന്നിവർ ചേർന്ന് 2011 ഡിസംബർ 3 മുതൽ 2019 നവംബർ 5-ാം തീയതി വരെയുള്ള കാലയളവിൽ സ്ഥാപനത്തിലെ മെമ്പർമാരുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി ലോൺ പാസാക്കിയെടുത്താണ് 2,97,82,585 രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. സംഭവത്തിൽ ബാങ്ക് സെക്രട്ടറി കല്ലേറ്റുങ്കര സ്വദേശി നേരെപ്പറമ്പൻ വീട്ടിൽ നിക്സൺ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ച പരാതി വിശദമായി പരിശോധിച്ചതിന് ശേഷം മാള പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. തുടർന്ന് മാള പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തു. ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ് പ്രകാരം കേസിന്റെ അന്വേഷണം തൃശൂർ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. കേസിലെ പ്രതിയായ ഡോജോ ഡേവിസിനെ പിടികൂടുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. വിദേശത്തേക്ക് കടക്കുന്നതിനായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയ ഇയാളെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം എയർപോർട്ടിൽ തടഞ്ഞുവെക്കുകയും ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നെടുമ്പാശ്ശേരിയിലേക്ക് അയക്കുകയായിരുന്നു. തുടർന്ന് പ്രതിയെ തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ച് DYSP ഉല്ലാസ് കുമാർ, മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരായ സബ് ഇൻസ്പെക്ടർ ബെനഡിക്ട് PM, GSI രാജേഷ് TR, GSIമാരായ റാഫി, ഷിൽജ, ഷനിത, രാജീവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, മാള. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്ന 2 റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് 12-ാം വാർഡ് കടമ്പോട് 21,10,000 രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന SNDP റോഡിന്റെയും മറ്റത്തൂർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ 10.5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന സംഗമം റോഡിന്റെയും നിർമ്മാണോദ്ഘാടനമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവ്, വാർഡ് മെമ്പർമാരായ KT ഹിതേഷ്, സുമിത ഗിരി, ഗീത GN, KS സൂരാജ്, ഷൈനി ബാബു, SNDP ശാഖാ പ്രസിഡന്റ് സജിത ചന്ദ്രൻ, സെക്രട്ടറി ഇന്ദിര എന്നിവർ സന്നിഹിതരായിരുന്നു. EP ജയരാജന് മറുപടിയുമായി ശോഭ സുരേന്ദ്രൻ. ജയരാജന്റെ ആത്മകഥയിലെ പരാമർശത്തിനെതിരെയാണ് ശോഭ വിമർശനവുമായി രംഗത്തെത്തിയത്. തന്റെ മകനെ BJPയിൽ എത്തിക്കാൻ BJP നേതാവ് നിരന്തരം വിളിച്ചുവെന്നാണ് പുസ്തകത്തിലുള്ളത്. ഇക്കാര്യം ജയരാജനുമായി ബന്ധപ്പെടുത്തിയും നേരത്തെ ഉയർന്നു വന്നിരുന്നു. EP ജയരാജന്റെ ആത്മകഥയ്ക്ക് ശരിക്കും ഇടേണ്ട പേര് ഒരു കള്ളന്റെ ആത്മകഥ എന്നാണെന്നും ശോഭ തുറന്നടിച്ചു. എന്റെ പേരിൽ ഒരു കേസ് കൂടി ഉണ്ടായാലും എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞാണ് ശോഭ ജയരാജനെ വിമർശിച്ചത്. അതായത് മകനെ ഫോണിൽ വിളിച്ചു. ഞാൻ EP ജയരാജന് മറുപടി പറയാൻ ആഗ്രഹിച്ച ആളല്ല. കാരണം കേസ് കോടതിയിലുണ്ട്. കോൺഗ്രസിന്റെ പണ്ട് ഈ നാടിന്റെ ഭരണകൂടത്തിന്റെ സാരഥ്യത്തിലിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഗത്ഭനായിട്ടുള്ള ലീഡർ ശ്രീമാൻ KC വേണുഗോപാലിനെതിരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ അതിനേക്കാളും വലിയ ഒരാളാണ് EP ജയരാജൻ എന്ന് ഞാൻ കരുതുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പൊ കേസൊക്കെ ഞാൻ നടത്തി കോടതി മുമ്പാകെ ഇതിന്റെ ബാക്കി മറുപടികളെല്ലാം ജയരാജനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ
ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടാകും. എന്നാൽ ഇപി പറഞ്ഞത് ഞാൻ വായിച്ചത്, എന്റെ മകനെ ഫോണിൽ വിളിക്കുന്നു. അപ്പോ മകനെ ഫോണിൽ വിളിച്ചപ്പോൾ മകനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്ന് തോന്നി എന്നാണ് പറയുന്നത്. അപ്പോ അതിനുള്ള ഒരു യന്ത്രം ഇ.പി. ജയരാജന്റെ കയ്യിലുണ്ടോ? ആരുടെയെങ്കിലും ഒരു ഫോൺ വന്നാൽ ആ ഫോണ് ഒരു വട്ടവും രണ്ടു വട്ടവും വന്നു കഴിഞ്ഞാൽ ഫോൺ വിളിക്കുന്നത് മകനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണ് എന്ന് ഇ.പി. ജയരാജന് തോന്നി എന്നാണ് ഇ.പി. ജയരാജൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഒരാൾ ഫോണിൽ വിളിക്കുമ്പോൾ തന്നെ കാര്യം ഊഹിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു എന്നല്ലേ പറയുന്നത്. എന്തു തന്നെയായാലും താൻ കേസുമായി മുന്നോട്ടു പോകുമെന്നും അവർ വ്യക്തമാക്കി. അന്ന് 24 മണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ BJPയുടെ ഷാൾ കഴുത്തിലണിഞ്ഞേനെയെന്നും ശോഭ പറഞ്ഞു. പുത്തഞ്ചിറ കയർ വ്യവസായ സഹകരണ സംഘത്തിൽ കയർ ഭൂവസ്ത്ര നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ ഈ മേഖലയിൽ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ 7ഓളം വരുന്ന സഹകരണ സംഘങ്ങളുണ്ട് കയർ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ അത് കഴിഞ്ഞ ഗവൺമെൻറ് വരുന്ന അതിനെല്ലാം പുനരുദ്ധരിച്ചുകൊണ്ടാണ് എല്ലാ സംഘങ്ങളും പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുകയും ആധുനിക രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ മാറ്റങ്ങൾക്കനുസൃതമായിട്ട് കയർ തൊഴിലാളികളെ പര്യാപ്തമാക്കുകയും ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മുടെ കയർ മേഖലയെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തന്നെ തൊഴിൽപരമായിട്ട് നമുക്ക് ഉറപ്പ് നൽകാൻ എന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സംഘം പ്രസിഡന്റ് NC സർവൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് മുഖ്യാതിഥിയായിരുന്നു. തൃശൂർ കയർ പ്രോജക്ട് ഓഫീസർ സജി സെബാസ്റ്റ്യൻ പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി തൊഴിലാളികളെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, TN വേണു, P ഉണ്ണികൃഷ്ണൻ, VN ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ AN രേണുക, വാസന്തി സുബ്രഹ്മണ്യൻ, സംഗീത അനീഷ്, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമിത ദിലീപ്, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മാള കാർമൽ കോളേജിൽ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല നടത്തി. പ്രശസ്ത സോപാന സംഗീത ഗായിക ഐരണീശം വൈദേഹി സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാതന്ത്ര്യാനന്തരം ഐക്യ കേരള പ്രക്ഷോഭങ്ങളുടെ ഫലമായി തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങൾ ഭാഷാ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് ചേർത്ത് 1986 നവംബർ 1 കേരളം രൂപീകൃതമായതിനു ശേഷവും മലയാളം എന്നത് ഒരേ സമയം നമ്മുടെ മാതൃഭാഷയുടെ പേരും മാതൃദേശത്തിൻ്റെ പേരുമായി നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ആ പഴയ ചലച്ചിത്രഗാനത്തിൽ ഇങ്ങനെ പാടുന്നത്: മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കായലും പുഴകളും കനകനിലാവത്ത് കൈകൊട്ടിച്ചിരിക്കുന്ന നാടുണ്ട്. ഭാഷ എങ്ങനെ ഒരുമയുടെ പെരുമയാകുന്നുവെന്ന്, വിവിധ ഭാഷാ സമൂഹങ്ങൾ എങ്ങനെ ഉടപ്പിറപ്പുകളായി കരുത്തുറ്റ ഒരു രാജ്യം രൂപപ്പെടുമെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഭാവരാഗതാളം, അതാണ് ഭാരതം. തുടർന്ന് സോപാന സംഗീതം അവതരിപ്പിച്ചു. ദശമി വന്നണഞ്ഞു വിജയദശമി വന്നണഞ്ഞു പുലരി പൂത്ത ഭൂവിലും ദശമി വന്നണഞ്ഞു ദശമി വന്നണഞ്ഞു വിജയദശമി വന്നണഞ്ഞു. പ്രിൻസിപ്പാൾ സിസ്റ്റർ റിനി റാഫേൽ അധ്യക്ഷയായ ചടങ്ങിൽ സോപാന സംഗീതത്തിന്റെ സൗന്ദര്യാത്മക വീക്ഷണം എന്ന വിഷയത്തിൽ മാള ജീസസ് ട്രെയിനിംഗ് കോളേജ് മലയാള വിഭാഗം അധ്യാപകൻ സുരേഷ് നായർ ശില്പശാല നയിച്ചു. ഡോക്ടർ ബിജിന TA, ഡോക്ടർ മെറിൻ ഫ്രാൻസിസ്, PK രാജേശ്വരി എന്നിവർ സംസാരിച്ചു. മാള കോട്ടയ്ക്കൽ സെന്റ് തെരേസാസ് കോളേജിൽ NSS വിദ്യാർത്ഥികൾക്ക് ബോണ്ട് ആൻഡ് ബബിൾ എന്ന പേരിൽ നിർമ്മാണ പരിശീലന ക്യാമ്പ് നടത്തി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഓട്ടോണമസ് കെമിസ്ട്രി വിഭാഗവും സെന്റ് തെരേസാസ് NSS യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം
കോളേജ് മാനേജർ ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പള്ളി നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ മേജർ ഡോക്ടർ അൽഫോൺസ് ലിഗോറി അധ്യക്ഷനായിരുന്നു. ക്രൈസ്റ്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പോൾ ഊക്കൻ, കൊമേഴ്സ് ഡയറക്ടർ അഹമ്മദ് കെ, NSS പ്രോഗ്രാം ഓഫീസർ അൽഫോൺസ എന്നിവർ സംസാരിച്ചു. ക്രൈസ്റ്റ് കോളേജ് രസതന്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഭാഗ്യേഷ് PB സോപ്പ്, ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ എന്നീ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ച് വിശദീകരിച്ചു. ഡോക്ടർ മെറിൻ ഷെല്ലി, കൃഷ്ണപ്രിയ, റോസ്മോൾ, സുമയ്യ, അഞ്ജലി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിപണനം കോളേജ് ഡയറക്ടർ ഫാദർ ഡോക്ടർ വിൽസൺ തറയിൽ നിർവഹിച്ചു. ഇതൊരു ബോട്ടിൽ നിങ്ങൾ മേടിച്ച് വെച്ചാൽ കുറേ നാൾ ഉപയോഗിക്കാം. കാരണം ഒരു 3 drops ആവശ്യമുള്ളൂ. അപ്പോൾ ശരിക്കും ഫസ്റ്റ് നമ്മൾ മേടിക്കുമ്പോഴാണ് ഈ കളറിൻ്റെയും അതേപോലെ ഈ മോൾഡിൻ്റെയും കോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ കെമിക്കൽസും സ്മെല്ലും മാത്രം മേടിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇതിന് ഏകദേശം 234 rupees-ആണ് ആയേക്കുന്നത്. അതിലിപ്പോൾ 10 സോപ്പ് നമുക്ക് 200 ഗ്രാമിൻ്റെയാണ് ഈ മോൾഡ്. അത് എത്ര മോൾഡ് നിങ്ങൾക്ക് ആവശ്യാനുസരണം പറയാം. 100 ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സോപ്പിൻ്റെ മോൾഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സെയിൽസ് പർപ്പസിനാണെങ്കിൽ ഒരു 100 ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം, കുറച്ചും കൂടെ നല്ലതായിരിക്കും. നമ്മൾ ഗുണം നോക്കിയിട്ടാണെങ്കിൽ ഇതേപോലെ 200 നമ്മൾ ഈ വീട്ടിലൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് 200 ഗ്രാമിൻ്റെ ഒക്കെ സോപ്പ്. ഓക്കെ, കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് പുഴയിലെ മണലെടുപ്പ് തടയണമെന്നും പുല്ലൂറ്റ് പാലം സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പുല്ലൂറ്റ് മേഖലാ കോൺഗ്രസ് കമ്മിറ്റി നിർദ്ദിഷ്ട സ്ഥലമായ പുല്ലൂറ്റ് പാലത്തിന് സമീപം ധർണ നടത്തി. കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KP സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CS തിലകൻ അധ്യക്ഷത വഹിച്ചു. നിഷാഫ് കുര്യാപ്പള്ളി, PN മോഹനൻ, KG മുരളീധരൻ, മുൻഷി പുല്ലൂറ്റ്, NK ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് റഷീദ്, സുലൈമാൻ പാരിപ്പറമ്പിൽ, PN രാമദാസ്, K ബാലചന്ദ്ര മേനോൻ, K രതീഷ്, EH ജയൻ, EV സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള സർവീസ് സഹകരണ ബാങ്കിൽ 2 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. മാള വടമ കാവനാട് ആത്തപ്പള്ളി വീട്ടിൽ ഡോജോ ഡേവിസിനെയാണ് അറസ്റ്റ് ചെയ്തത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്ന 2 റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. EP ജയരാജന് മറുപടിയുമായി ശോഭ സുരേന്ദ്രൻ. ജയരാജന്റെ ആത്മകഥയിലെ പരാമർശത്തിനെതിരെയാണ് ശോഭ വിമർശനവുമായി രംഗത്തെത്തിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.